Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവിൻ്റെ ധന്യം പരിശുദ്ധമായ നാമം ഈ നല്ല വൈകിയ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ വൈകിയ സമയം പ്രാർത്ഥനാ ധ്വനി ഫേസ്ബുക്ക് കൂട്ടായ്മ ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കാൻ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് നന്ദി, സ്നേഹവും മഹത്വം അർപ്പിക്കുന്നു. കാരണമായി തീർന്ന പ്രാർത്ഥനാ ധ്വനി ഇന്റർനാഷണൽ ഡയറക്ടർ ബെൻസൺ പാസ്റ്റർ പ്രത്യേക നന്ദി, സ്നേഹം അറിയിക്കുന്നു. നാം തുടർച്ചയായി വിഷയാധിഷ്ഠിതമായിട്ടാണല്ലോ ഓരോ മാസത്തിലെ നിശ്ചയിക്കപ്പെട്ട തീയതികളിൽ പ്രഭാഷണമായി, ദൈവവചന പ്രഘോഷണമായിട്ട് ഈ ഓൺലൈനിലായിരിക്കുന്നത്. കഴിഞ്ഞ ഓരോ മാസങ്ങളിലും വ്യത്യസ്തമായ വിഷയങ്ങളെ ആസ്പദമാക്കി ദൈവവചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങളെ ഗ്രഹിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീക വർദ്ധനവിന് കാരണമായതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ മാസവും ജൂലൈ മാസവും ഒരു പ്രത്യേക സബ്ജക്റ്റിനോടുള്ള ബന്ധത്തിലാണല്ലോ നാം ഈ ദൈവവചന പരമ്പര മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജൂലൈ മാസത്തിൽ ദൈവവചന വിചിന്തനത്തിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് പ്രതിസന്ധികളിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം എന്നുള്ള ആണല്ലോ. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ അനുഗ്രഹീതരായ അഭിഷിക്തന്മാർ ഈ വചനത്തെ ആസ്പദമാക്കി അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ, ഈ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവജനത്തോട് അനേക പ്രിയപ്പെട്ടവരോടൊക്കെ സംസാരിക്കാൻ ദൈവം ഇടയാക്കി തീർത്തല്ലോ. അതിനെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നല്ല ആലോചനകൾ, ആത്മീകമായ അർത്ഥവത്തായ പ്രഭാഷണങ്ങളൊക്കെ നമുക്ക് കേൾക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. ഇന്ന് രാത്രിയിലും അല്പനിമിഷം ഈ വിഷയത്തെ ആസ്പദമാക്കി എൻ്റെ പഠനമുറിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകി തന്ന ചില ചിന്തകൾ പ്രിയപ്പെട്ടവരുമായി ഈ പേജിലൂടെ പങ്കുവെച്ച് പ്രാർത്ഥിച്ച് പ്രഭാഷണം നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഈ മാസം നമ്മൾ ദൈവവചന ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പ്രതിസന്ധികളിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം എന്നുള്ള വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി അനേക കാര്യങ്ങൾ നമ്മൾ കേൾക്കുവാനും പഠിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു. ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. വിശേഷാൽ ഈ വിഷയാസ്പദമായി ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് അല്പം ദൈവശാസ്ത്രപരമായി നമ്മൾ ദൈവവചനത്തിൽ പഠനത്തോടുള്ള ബന്ധത്തിൽ തന്നെ ചിന്തിച്ച് വാക്കുകൾ നിർത്തുവാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, തിരുവെഴുത്തുകളിൽ ഭക്തന്മാരായ അനേക ദൈവമക്കളെ, അനേക വ്യക്തിത്വങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും, അനേക കഥാപാത്രങ്ങളെ കാണുവാൻ കഴിയും. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള തിരുവെഴുത്തുകളിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ വിളിക്കപ്പെട്ട അനേക ഭക്തന്മാർ അവർ കടന്നുപോയ പ്രതിസന്ധികളും കഷ്ടതകളും പ്രതികൂലങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ തിരുവഴുത്തിനകത്ത് ആധികാരികമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മനുഷ്യ ജീവിതത്തിൻ്റെ ജീവിതം എപ്രകാരമായിരിക്കും എന്നുള്ളതിനൊരു രൂപരേഖയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഭക്തന്മാരുടെ ജീവിതാനുഭവങ്ങളെ ബൈബിളിനകത്ത് വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നു. കാരണം അവർ കടന്നുപോയ പാതകൾ,
അവർ കടന്നു വന്ന വഴികൾ, അതിൽ ദൈവം അവരെ എങ്ങനെയാണോ അത്ഭുതകരമായി നടത്തിയത്, അവരുടെ കഷ്ടതകളിൽ എങ്ങനെയാണോ ദൈവം വെളിപ്പെട്ടത്, ഇതൊക്കെ നമുക്ക് അല്ലെങ്കിൽ വരുവാനിരിക്കുന്ന തലമുറകൾക്ക് ആത്മീകമായി അല്ലെങ്കിൽ ദൈവത്തോട് അടുക്കുന്നവർക്ക് ആത്മീകമായി ബലം നൽകുവാൻ, ആത്മീകമായ ഒരു ശക്തി നൽകുവാൻ, ലഭിക്കുവാൻ വേണ്ടിയാണ് ഇപ്രകാരം ബൈബിളിനകത്ത് ഭക്തന്മാരുടെ കഷ്ടതകളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം, ബൈബിളിനെ രണ്ടായി തിരിച്ചു, ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്. ഇവിടെ എല്ലാം കാണുന്നു ഒരു കാര്യമാണ് പ്രതിബന്ധം, പ്രതിസന്ധി, പ്രയാസങ്ങൾ, കഷ്ടതകൾ. സാധാരണ നമുക്കൊരു ചിന്ത ഉണ്ടാകാം, എന്തുകൊണ്ടാണ് ഭക്തന്മാർ കഷ്ടത അനുഭവിക്കുന്നത്, ദൈവം അവരെ എന്തിനാണ് കഷ്ടതയിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നതൊക്കെ നമ്മൾ മാനുഷികമായി നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമ്പോൾ ഇപ്രകാരമാണ് അതിൻ്റെ ആൻസർ നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ മറുപടി ലഭിക്കുന്നത്. ഭക്തന്മാർ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത് നിശ്ചയമായും അവർ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത് അവരെ തകർക്കുവാനല്ല, മറിച്ച് ദൈവത്താൽ അവർ പണിയപ്പെടുവാൻ, ദൈവത്തിന് അവരിലൂടെ ചിലത് തെളിയിച്ചെടുക്കുവാൻ എന്നുള്ളതാണെന്ന് നമുക്ക് അവരുടെ ജീവിത അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. ഇത് വിഷയാസ്പദമായി ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ, ചില കാര്യങ്ങൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മളിവിടെ വിഷയം തന്നെ പ്രതിസന്ധികളിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം. അപ്പോൾ ആ ഒരു സെന്റൻസിനെ നമ്മൾ മുറിച്ചാൽ പ്രതിസന്ധി, വെളിപ്പെടുക, ദൈവസാന്നിധ്യം, ഈ 3 പദങ്ങൾ വളരെ അർത്ഥവത്തായി കാണാൻ വരും. അതിലേക്ക് എൻ്റെ ഹൃദയത്തിൽ വന്ന ചില പഠനാസ്പദമായി എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ വന്ന ചില ചിന്തകൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാത്തിൻ്റെയും സമയത്തിന്റെ പരിമിതിയുണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആകുമ്പോൾ. എന്താണ് പ്രതിസന്ധി? നമുക്കറിയാം, ജീവിതത്തിൽ പ്രതിസന്ധി, കഷ്ടത, പല പേരുകൾ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് പ്രതിസന്ധി? ഇപ്രകാരം ഞാനത് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത, ജീവിതത്തിൽ നാം ചിന്തിക്കാത്ത, ഒട്ടും ചിന്തിക്കാത്ത, ആഗ്രഹിക്കാത്ത, നനയ്ക്കാത്ത നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നതാണ് പ്രതിസന്ധി എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കത്തില്ല ചിലപ്പോൾ കടന്നു വരുന്നത്. അപ്പോൾ ആഗ്രഹിക്കാത്ത, നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കാത്ത, നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ നമ്മൾ ഒട്ടും ചിന്തിക്കാത്ത, നമ്മൾ ചിലപ്പോൾ നനയ്ക്കാത്ത നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസ്ഥയാണ്, സാഹചര്യമാണ് ഈ പ്രതിസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ, ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പറയും, ഈ പ്രതിസന്ധിയിലേക്ക് അത് ഞാൻ എത്തപ്പെട്ടല്ലോ എന്ന് നമ്മൾ പറയുന്നത്, അതാണ് പ്രതിസന്ധി. ഇനിയും ഇത് ബിബ്ലിക്കലി അല്ലെങ്കിൽ ദൈവവചനത്തിൽ പ്രതിസന്ധി എങ്ങനെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത്, ഏതൊക്കെ രീതികളിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം എന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രധാനമായി 4 നിലകളിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും. ബിബ്ലിക്കലി ദൈവവചനത്തിൽ നമ്മൾ നോക്കിയാൽ, ഒന്ന്, നമുക്കറിയാം ഈ ഭൂമിയിൽ 2 ശക്തികളുണ്ട്. അതിന് ദൈവവചനം പറയുന്ന അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന പേര്, ഒന്ന് നന്മയുടെ ശക്തിയും 2 തിന്മയുടെ ശക്തി, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തിയും പിശാചിന്റെ ശക്തിയും. ഇങ്ങനെ പല, വെളിച്ചത്തിന്റെ ശക്തിയും ഇരുളിന്റെ ശക്തി, ഇങ്ങനെ ഇതിനെ തിരിച്ചറിയാൻ വേണ്ടി ബൈബിൾ പല നിലകളിൽ ഇതിനെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്? ഒന്നാമത് നമ്മൾ ചിന്തിച്ചാൽ, തിന്മയുടെ ശക്തികൾ പ്രതിസന്ധികൾ കൊണ്ടുവരും, അല്ലെങ്കിൽ ഇരുട്ടിന്റെ ശക്തികൾ പ്രതിസന്ധികൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ആത്മീകമായി ഉപയോഗിക്കുന്ന ഒരു ഭാഷയിൽ പിശാചിനാൽ പ്രതിസന്ധികൾ ഉളവായി വരാം. അതാണ് ഒന്നാമത്. നമുക്ക് അതിനു വേണ്ടി ബൈബിളിലൊക്കെ ഒത്തിരി ചിന്തകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളെ കാണുവാൻ കഴിയും. നമുക്കറിയാം, ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായിരുന്ന ദാവീദ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അതേ ശമൂവേലിന്റെ പുസ്തകത്തിലും 2 ശമൂവേലിന്റെ പുസ്തകം, ദിനവൃത്താന്തങ്ങളുടെ പുസ്തകങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നു, ഒരു ദിവസം ഭരണം നയിച്ചുകൊണ്ടിരിക്കുന്ന ദാവീദിന്റെ ഹൃദയത്തിൽ ജനത്തെ എണ്ണുവാൻ, അന്നത്തെ അല്ലെങ്കിൽ സെൻസസ് എടുക്കുവാൻ, ജനസംഖ്യ അറിയാൻ, എത്ര ഇസ്രായേല്യരുണ്ട്, യഹൂദരുണ്ട് എന്നറിയാൻ അത് തന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടായി. അതിന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്, അങ്ങനെ ഒരു തോന്നൽ സാത്താൻ തന്റെ ഹൃദയത്തിൽ നൽകി. അത് ആ ഒരു പിശാചിനാൽ ഉണ്ടായ തോന്നൽ,
ഉണ്ടായതായ ആ ചിന്ത തന്നെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. അവിടെ ദൈവം ഇടപെടുന്നു. ദൈവം ദാവീദിനോട് സംസാരിക്കുന്നു. മനുഷ്യരുടെ കയ്യിൽ വീഴണമോ ദൈവത്തിന്റെ കയ്യിൽ വീഴണമോ നിനക്ക് തിരഞ്ഞെടുക്കാം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സന്ദർഭം, അങ്ങനെ ഒരു പ്രതിസന്ധി ദാവീദിന്റെ ജീവിതത്തിൽ ഇന്ന് കടന്നു വരുന്നതായിട്ട് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമത് പുതിയ നിയമത്തിൽ പിശാച് യേശുവിന് ചില പ്രതിസന്ധികൾ, പരീക്ഷകൾ, പ്രലോഭനങ്ങൾ, ടെംപ്ടേഷൻസ്, അത് നമുക്ക് യേശുവിന്റെ പരീക്ഷകൾ എന്ന് പറഞ്ഞ് മത്തായി സുവിശേഷം 4-ലും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 4-ലും ഒക്കെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ യേശുവിനെയും സാത്താൻ പരീക്ഷിക്കുന്നതായി, പ്രതിസന്ധിയിലേക്ക് നയിക്കുവാൻ നോക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അപ്പൊ ഒന്നാമത് എങ്ങനെയാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത്? ഒന്ന്, പിശാചിനാൽ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകാൻ. രണ്ട്, മനുഷ്യന്റെ ചിന്തകളാൽ, മനുഷ്യന്റെ തെറ്റായ, ദൈവത്തോട് ആലോചന ചോദിക്കാതെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിപരീതമായി മനുഷ്യന്റെ ആലോചനകളാൽ, അവന്റെ പ്രവർത്തികളാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി. നമുക്കറിയാം, ചില കാര്യങ്ങളിൽ മനുഷ്യൻ, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണെങ്കിലും അതേ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് ചില പ്രതിസന്ധികളിൽ മുമ്പേ അല്ലെങ്കിൽ ചിന്തിക്കാതെ ആലോചിക്കാതെ ചെയ്യുന്ന ചില പ്രവർത്തികളാൽ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കടന്നു വരുന്നതായിട്ട് കാണുവാൻ കഴിയും. അതിന് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ആ പ്രവർത്തികളെ നിർവചിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം അല്ലെങ്കിൽ ലക്ഷൂറിയസ് ലൈഫ്, ഇങ്ങനെയൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ചില ചിന്തകളിലൂടെ ഉളവാകുന്ന പ്രവർത്തികളാൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ. അപ്പോൾ ഒന്ന്, പിശാചിനാൽ അല്ലെങ്കിൽ സാത്താനാൽ. രണ്ട്, മനുഷ്യന്റെ പ്രവർത്തികളാൽ, ചിന്തിക്കാത്ത പ്രവർത്തികളാൽ അല്ലെങ്കിൽ വചനത്തിന് വിരുദ്ധമായി, ദൈവത്തിന് വിരുദ്ധമായി ചിന്തിക്കുന്ന പ്രവർത്തികളാൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ. മൂന്നാമതായിട്ട്, ദൈവം ചില മനുഷ്യന്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കൊണ്ടുവരും. അപ്പോൾ നമുക്കറിയാം, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം, ദൈവം ചില പരീക്ഷകൾ, പ്രതിസന്ധികൾ, കഷ്ടതകളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാം. പക്ഷെ അതിന്റെ മുമ്പിലൊക്കെ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടെന്ന് നമുക്കറിയാം. 2 കൊരിന്ത്യർ ലേഖനം നമുക്ക് കാണുവാൻ കഴിയും. 7:5 മുതൽ താഴ്ത്ത് വായിക്കുമ്പോൾ ദൈവഹിത പ്രകാരമുള്ള, അത് പിന്നീട് ചിന്തിക്കുമ്പോൾ മറ്റൊരു ചിന്തയിലേക്ക് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാം. അവിടെ കാണുന്നത് ദൈവഹിത പ്രകാരമുള്ള ദുഃഖം, അതേ മാനസാന്തരം, അനുതാപത്തോടു കൂടിയ മാനസാന്തരത്തെ രക്ഷയ്ക്കാക്കുന്നു എന്ന് കാണാം. അപ്പോൾ ദൈവഹിത പ്രകാരം ചില പ്രതിസന്ധികൾ കടന്നു വരാം. നാലാമതായിട്ട് ദൈവം അനുവദിച്ചിട്ട് പിശാച് ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. നമുക്കറിയാം, ഇയ്യോബിന്റെ ജീവിതമൊക്കെ അതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദൈവം അനുവദിച്ചിട്ട് പിശാച് ഒരുക്കുന്ന പ്രതിസന്ധികൾ. ഇങ്ങനെ 4 നിലകളിലാണ് ദൈവവചനത്തിൽ പ്രതിസന്ധികൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കാം. ഒന്ന്, ഈ ലോകത്തിന്റെ തിന്മയുടെ ശക്തി അല്ലെങ്കിൽ ഇരുട്ടിന്റെ ശക്തിയായ പിശാചിനാൽ ഉളവാകുന്ന പ്രതിസന്ധി. 2, മനുഷ്യന്റെ തെറ്റായ പ്രവർത്തികളാൽ, ദൈവത്തിന്റെ ഹിതമല്ലാത്ത പ്രവർത്തികളാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി. 3, ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന പ്രതിസന്ധി. 4, ദൈവം അനുവദിച്ചിട്ട് പിശാചിനാൽ ഉളവാകുന്ന പ്രതിസന്ധി. ഈ 4ാമത്തെ കാര്യം പറയുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകാം. അതെന്താണ്? നമുക്കറിയാം, അത് രക്ഷിക്കപ്പെട്ട ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദൈവവൈതന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല. അത് നിശ്ചയമായും നമ്മൾ ദൈവവചനത്തിന്റെ ഉറപ്പാണ്. നമ്മൾ അതുകൊണ്ട് വായിക്കുമ്പോൾ തലയിലെ ഒരു മുടി കൊഴിഞ്ഞു പോകുന്നത് ദൈവം അറിയുന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് മെയിനാണ്. 4ാമത്തെ കാര്യം മെയിനായി ദൈവം അനുവദിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ, ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതന്റെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഒന്നാമത് വിഷയം ചിന്തിക്കുമ്പോൾ എന്താണ് പ്രതിസന്ധി, എങ്ങനെ പ്രതിസന്ധി ഉണ്ടാകുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്, എന്തുകൊണ്ടാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത്? എന്തുകൊണ്ട് നമ്മുടെ ജീവിതം, നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് നീതിമാന്മാർ കഷ്ടത അനുഭവിക്കുന്നു, എന്തുകൊണ്ടാണ് ദൈവമക്കൾക്ക് ഈ കഷ്ടത? ചില കാര്യങ്ങൾ പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് രാത്രി ഈ വൈകിയ സമയത്ത് ഓർപ്പിക്കട്ടെ. നിശ്ചയമായും മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് പിന്നിലെല്ലാം ഒരു ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്, ഒരു ദൈവഹിതമുണ്ട്, ഒരു വിൽ ഓഫ് ഗോഡ് ഉണ്ട്. ദൈവത്തിന് ഒരു ഹിതമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്. അല്ലാതെ അല്ല ദൈവം. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ ഓർപ്പിച്ചത്, ദൈവം അറിയാതെ അല്ല നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ പ്രതിസന്ധികളുടെ നടുവിൽ നമുക്ക് നിശ്ചയമായും ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന്റെ ആ
സ്നേഹത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ്, നിശ്ചയമായും ഈ വിഷയം ചിന്തിക്കുമ്പോൾ നമ്മൾ നിശ്ചയമായും മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് എനിക്ക് പ്രതിസന്ധി ഉണ്ട്. അത് ദൈവവചനം അടിവരയിട്ട് അതിന്റെ ഉത്തരം തരുന്നുണ്ട്, അതിന് മറുപടി പറയുന്നുണ്ട്. നമ്മൾ നിശ്ചയമായും ഈ വചനങ്ങളെ ഗ്രഹിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ അത് മനസ്സിലാക്കുവാൻ കഴിയും. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ദൈവ പൈതലിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പ്രതിസന്ധി. നമ്മൾ വചനം അല്ലെങ്കിൽ സാധാരണ രക്ഷിക്കപ്പെടാത്ത ലോക മനുഷ്യർ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അവൻ ദൈവത്തെ വിളിക്കുന്നവരുടെ ജീവിതത്തിൽ ഇപ്രകാരം അത് പ്രതിസന്ധികൾ ഉണ്ടാകുന്നു, കഷ്ടത ഉണ്ടാകുന്നു, അത് പ്രതികൂലങ്ങളെ ഉണ്ടാകുന്നു, എന്തേ ദൈവമില്ലേ, ദൈവമില്ലാഞ്ഞിട്ടല്ലേ. ചില ദൈവമില്ലാത്തവർ പറയും ദൈവം എന്ന് പറയുന്നതോ ഇല്ല, അതുകൊണ്ടാണ് അവർ ഇത്രയും കഷ്ടത അനുഭവിക്കുന്നത്. എന്നാൽ ദൈവവചനത്തെ പഠിക്കുകയും ദൈവജനത്തിൽ ആശ്രയിക്കുകയും അത് മനസ്സിലാക്കി അത് യഥാർത്ഥമായി ശരിയായ നിലയിൽ അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ദൈവ വിശ്വാസിക്ക്, ഒരു ദൈവ പൈതലിന് നിശ്ചയമായി മനസ്സിലാക്കാൻ കഴിയും ഇതല്ല സത്യം. ദൈവവചനത്തിൽ അതിന്റെ കൃത്യമായ അതേ യാഥാർത്ഥ്യം നമുക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഇന്ന് രാത്രി എന്തുകൊണ്ടാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്ന് ചില കാര്യങ്ങൾ ഞാനിത് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനം ധ്യാനിച്ചപ്പോൾ ഏകദേശം 10 കാര്യങ്ങൾ, അതിൽ കൂടുതൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പഠനത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ പ്രധാനമായി എൻ്റെ ഹൃദയത്തിൽ വന്ന 10 കാര്യങ്ങൾ വേഗത്തിൽ, സമയത്തിന്റെ ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ വേഗത്തിൽ അത് വിശദീകരിക്കുന്നില്ല, പറഞ്ഞു ഞാൻ വിടാം. ഒന്ന് രണ്ട് വാചകങ്ങളിൽ പറഞ്ഞു വിടാൻ ഇടയാകട്ടെ. ഒന്ന്, ദൈവനാമം നമ്മിലൂടെ മഹത്വപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുന്നു. ദൈവം, നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം, ഈ 2 അധ്യായങ്ങൾ നോക്കുമ്പോൾ 2 സംഭവങ്ങൾ, 2 യേശുവിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ കഴിയും. അവിടെ യേശുവും ശിഷ്യന്മാരും കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുകയും ആ മനുഷ്യനെ യേശു കാണുകയും അപ്പോൾ തന്നെ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നു, ഇവന്റെ അപ്പനാണോ അമ്മയാണോ ഇവനാണോ പാപം ചെയ്തത്, അതുകൊണ്ടാണോ ഇവൻ കുരുടനായി ജനിച്ചതെന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്നു, അല്ലല്ല, അപ്പനും അമ്മയുമല്ല, ഇവൻ പാപം ചെയ്തിട്ടല്ല, ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കുവാൻ ഇവൻ കുരുടനായി ജനിച്ചു. അപ്പോൾ ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുന്നത് ദൈവത്തിന്റെ നാമം നമ്മിലൂടെ മഹത്വമെടുക്കണം, അത് മറ്റുള്ളവർ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നു. മാർത്ത, മറിയ, ലാസർ എന്ന ആ കുടുംബത്തിൽ ഉണ്ടായ ലാസറിന്റെ മരണം ദീനമായി കിടക്കുന്നു എന്ന് യേശുവിനെ അറിയിക്കുമ്പോഴും യേശു പോകാതെ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഒരു ലാസറിന്റെ അടുത്തേക്ക് പോകണ്ടേ. അത് 3 ദിവസം കഴിഞ്ഞപ്പോൾ യേശു പോകുവാൻ ആഗ്രഹിക്കുന്ന ചരിത്രമൊക്കെ അറിയാം. യേശു അവിടെ പറയുന്നൊരു പദമുണ്ട്, ലാസറിന്റെ ദീനം അത് ഒരിക്കലും മരണത്തിനായിട്ടല്ല, അത് ദൈവനാമ മഹത്വം എടുക്കുവാൻ. നമുക്കറിയാം അവിടെ പറയുന്ന താഴോട്ടുള്ള ഭാഗങ്ങൾ അതിനെ വളരെ വ്യക്തമാക്കി കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യേശു പറയും, മാർത്തോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് നമ്മെ തകർത്ത് കളയുവാനല്ല, ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുവാൻ. അതാണ് ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് കഷ്ടതകൾ, പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസത്തോടുകൂടിയ ഭക്തിയെ തെളിയിക്കുവാൻ വേണ്ടിയാണ് ചില പ്രതിസന്ധികൾ. നാം വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ ആഴത്തെ, ആ വിശ്വാസത്തിന്റെ ഭക്തിയെ, ദൈവത്തോടുള്ള ഭക്തിയെ മറ്റുള്ളവരുടെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിൽ ദൈവത്തിന് തെളിയിക്കണമെങ്കിൽ നമ്മെ ചില പ്രതിസന്ധിയിലൂടെ കടത്തിവിട്ടെങ്കിലേ മതിയാകുള്ളൂ. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ആഴത്തെ, അതിന്റെ ശോഭയെ മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കുവാൻ വേണ്ടിയാണ് ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. നമുക്കറിയാം, ഇയ്യോബിനെ ഞാൻ മുമ്പ് ഓർപ്പിച്ചു. ഇയ്യോബിന്റെ ജീവിതത്തിൽ അത് ചെറിയ പ്രതിസന്ധിയല്ല. തനിക്കുണ്ടായിരുന്ന എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു, താൻ ജീവന തുല്യം സ്നേഹിച്ച മക്കൾ നഷ്ടപ്പെട്ടു. ഞാൻ സാധാരണ പറയുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, 10 ഡെഡ് ബോഡി അല്ലെങ്കിൽ 10 ശവപ്പെട്ടി വീടിന്റെ മുമ്പിൽ നിരന്നു നിൽക്കുമ്പോഴും അത് ഇയ്യോബ് തന്റെ ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അപ്പോൾ ഇയ്യോബിനുണ്ടായ പ്രതിസന്ധി എന്തിനു വേണ്ടിയാണ്? തന്റെ ഭക്തിയെ, ദൈവത്തോടുള്ള ഭക്തി. അതുകൊണ്ടാണ് ഇയ്യോബ് പറയുന്നു, എന്നെ ദൈവം ശോധന ചെയ്താൽ, എന്റെ ജീവിതത്തിൽ പ്രതിസന്ധിയിലൂടെ എന്നെ കടത്തിവിട്ടാലും ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ആരെങ്കിലും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഓർക്കുക, അത് നിങ്ങളെ തകർത്ത് കളയാനല്ല, നിങ്ങളുടെ വിശ്വാസത്തെ ഒന്നുകൂടെ
കൂടെ മാറ്റുകൂട്ടി അതിന്റെ ശോഭ തെളിയിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ, നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ചില പ്രതിസന്ധിയിലൂടെ നമ്മെ കടത്തിവിടുന്നത്. മൂന്നാമതായിട്ട് നമ്മെ മടക്കിക്കൊണ്ടുവരുവാൻ എന്ന് പറഞ്ഞാൽ, നാം ദൈവത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവവൈതൽ ദൈവപാതയിൽ നിന്ന്, ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ നിന്ന് അവൻ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവനെ മടക്കിക്കൊണ്ടുവരുവാൻ, ആ വ്യക്തിയെ മടക്കിക്കൊണ്ടുവരുവാൻ, ആ സഹോദരനെ, ആ സഹോദരിയെ, ആ കുടുംബത്തെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം ചില പ്രതിസന്ധികളിലൂടെ ആ വ്യക്തിയെ, ആ കുടുംബത്തെ, അത് സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ, അവരെ നയിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അതിനുദാഹരണമായിട്ട് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദെയോൻ എന്ന് പറയുന്ന വ്യക്തിയെ കാണുവാൻ കഴിയും. ഗിദെയോന്റെ അടുക്കൽ ദൂതൻ വന്നിട്ട് പറയുന്നു, അല്ലോ പരാക്രമശാലിയെ എന്നൊക്കെ വിളിച്ച് ദൂതൻ ഗിദെയോനെ ബലപ്പെടുത്തുമ്പോൾ ഗിദെയോൻ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്ത് യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് ദൂതൻ പറയുമ്പോൾ ഗിദെയോൻ പറയുന്നു, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ അനർത്ഥമൊക്കെ സംഭവിക്കുന്നത്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ചോദിക്കുന്നു. എന്തുകൊണ്ടാണ്? അതിന്റെ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ പാപം ചെയ്ത് ദൈവത്തെങ്കിൽ നകന്നു പോയപ്പോൾ ദൈവം അവരെ മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കഷ്ടത ഉണ്ടായത്? അവരെ മടക്കി ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ, അവരെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ച് വീണ്ടെടുത്ത ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരാൻ, ആ ആരാധനയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ അവരുടെ ജീവിതത്തിൽ ദൈവം ചില പ്രതിസന്ധികളെ അയക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അപ്പോൾ 3 കാര്യങ്ങൾ: 1, ദൈവനാമം മഹത്വപ്പെടുവാൻ; 2, നമ്മുടെ വിശ്വാസത്തിന്റെ ആഴത്തെ തെളിയിക്കുവാൻ അല്ലെങ്കിൽ ഭക്തിയെ തെളിയിക്കുവാൻ; 3, ദൈവത്തിലേക്ക് നമ്മെ മടക്കിക്കൊണ്ടുവരുവാൻ. 4-മതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ വെളിപ്പെടുത്തുവാൻ. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ സാധാരണ ഈ ദൈവസ്നേഹത്തിന് കാഴ്ചപ്പാടുകൾക്ക് പലതാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചപ്പാട് ചിലപ്പോൾ വ്യത്യസ്തമാണ്. അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. നമുക്ക് നല്ല വാഹനം കിട്ടി, നല്ല വീട് കിട്ടി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം നടക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, നമ്മൾ അങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത്, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് ഇതെല്ലാം തരുന്നു. എന്നാൽ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അപ്പൻ സ്നേഹിക്കുന്ന മകനെ ശിക്ഷിക്കുന്നു. അവിടെ ബാലശിക്ഷയെ കുറിച്ച് പറയുന്നു. അപ്പോൾ ചില പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കണം, അത് കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്നും കൂടെയുള്ള ആ ബോധ്യം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ മാത്രമേ ആ പ്രതിസന്ധിയിൽ നമുക്ക് കർത്താവിനെ തിരിച്ച് സ്നേഹിക്കാൻ കഴിയുള്ളൂ. കാരണം നമുക്കറിയാം, താഴോട്ട് വായിക്കുമ്പോൾ ആ ഭാഗത്ത് അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളെ അപ്പൻ സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് ചെറിയ ചെറിയ പ്രതിസന്ധികൾ ദൈവം തരുമ്പോൾ ഓർക്കുക, അതൊരിക്കലും ദൈവം എന്നെ മറന്നിട്ടല്ല, എന്നെ തള്ളിക്കളഞ്ഞിട്ടല്ല, ഉപേക്ഷിച്ചിട്ടല്ല, ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ സ്നേഹം വെളിപ്പെടുത്തുവാൻ ദൈവം എനിക്ക് ചില പ്രതിസന്ധികൾ നൽകുന്നു എന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ട് എന്തുകൊണ്ട് പ്രതിസന്ധി ഉണ്ടാകുന്നു? റോമാലേഖനം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ കഷ്ടത സഹിഷ്ണുത ഉളവാക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സഹിഷ്ണുത സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ ഞാൻ പ്രശംസിക്കുന്നു എന്ന് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുക. അനേക കഷ്ടങ്ങൾ അനുഭവിച്ച ദൈവത്തിന്റെ ദാസനായ പൗലോസ് പറയുന്നു, കഷ്ടത, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകുന്നു? സഹിഷ്ണുത. നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനെയും നേരിടുവാൻ, ഏത് കഷ്ടതയും അത് ധൈര്യത്തോടെ നേരിടുവാനുള്ള ഒരു മാനസികമായ ധൈര്യം, മാനസികമായ ശക്തി നമ്മിൽ ഉളവാക്കുന്നത് കഷ്ടതയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരിക്കലും പ്രതിസന്ധി നമ്മളെ തകർത്ത് കളയാനല്ല, നമ്മുടെ മാനസികമായി ദൈവത്തോടുള്ള നമ്മുടെ ആ വലിയ സ്നേഹം, ധൈര്യമൊക്കെ ഉറപ്പിക്കുവാൻ, ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുവാനാണ് കഷ്ടത നമുക്ക് നൽകി തരുന്നത് എന്ന് ഇപ്രകാരം നമ്മൾ സാധാരണ ബൈബിളിൽ പറയുന്നുണ്ട്. കഴുകനെ കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ ബൈബിളിൽ ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധന്മാരുള്ള ബന്ധത്തിൽ കഴുകനെ ഉപമിച്ച് പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ കഴുകനെ കുറിച്ചുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് ഏറ്റവും ഉയരങ്ങളിലേക്ക് പറക്കുന്ന ആകാശം, ഒരു പക്ഷിക്കും സ്വപ്നം കാണാൻ കഴിയാത്ത നിലയിൽ ഉയരുന്ന ഒരു പക്ഷിയാണ് കഴുകൻ എന്ന് പറഞ്ഞാൽ. അതെങ്ങനെയാണ് ഈ ഉയരങ്ങളിലേക്ക് പോകുന്നത്? ചില സമയത്ത് ഇത് ഭൂമിയിൽ നിന്ന് പറന്നുയരുമ്പോൾ അത് ചിലപ്പോൾ കാണും, വലിയ ചുഴലിക്കാറ്റ്, വലിയ കാറ്റ് വരുന്നത് കാണുമ്പോൾ തൻ്റെ ചിറക് വിസ്താരത്തിൽ വിടർത്തി ആ കാറ്റിനെ
തന്റെ ചിറകുകൊണ്ട് പറക്കാതെ ആ കാറ്റിനെ അടിസ്ഥാനമാക്കി ഉയരങ്ങളിലേക്ക് പറക്കുന്നതായിട്ട് അത് നമുക്ക് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ആ വലിയ കാറ്റ് അത് മറ്റുള്ള പക്ഷികളൊക്കെ പേടിച്ച് കൂട്ടിൽ കയറുമ്പോൾ ഈ കാറ്റ് ഈ പ്രതിസന്ധിയെ അടിസ്ഥാനപ്പെടുത്തി അത് ഉയരങ്ങളിലേക്ക് പറക്കുന്ന കഴുകന്റെ ഒരു പ്രത്യേകതയെ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ അത് ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ വരുന്ന ഈശാനമൂലനോ കാറ്റുകളോ ഒന്നും തകർക്കാനല്ല, അത് അവനെ ഉയരങ്ങളിലേക്ക്, അവന്റെ ജീവിതത്തിന്റെ ആത്മീകമായ വളർച്ചയ്ക്ക്, പ്രത്യാശയുടെ ഉയരങ്ങളിലേക്ക് അവനെ കൊണ്ടുപോവുകയാണെന്ന് ഇന്ന് വൈകിയ സമയം പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ നിങ്ങൾക്ക് സഹിഷ്ണുത നൽകി തരും. ആറാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും കൊരിന്ത്യർ ലേഖനം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലുള്ള വിശ്വാസികളോട് പറയുന്നു, അതേ മറ്റുള്ളവരുടെ ഞങ്ങൾക്കുണ്ടായ കഷ്ടത, ഞങ്ങൾക്കുണ്ടായ പ്രയാസം, പ്രതിസന്ധി അത് മറ്റുള്ളവരുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും കാരണമായി തീരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടത, പ്രതിസന്ധി എന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവരുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും കാരണമായി തീരണം. അടുത്തതായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൽ 10 മുതൽ 12 വരെ പൗലോസ് പറയുന്നു, അതെ ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ ഇങ്ങനെയുള്ള കഷ്ടങ്ങളിൽ വീണുകിടക്കുന്നവർ, നിരാശപ്പെടുന്നവർ, പലവിധമായ പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ വെളിപ്പെടുവാൻ. അടുത്തതായിട്ട് കൊരിന്ത്യർ ലേഖനം 2-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു, അത് ഈ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യകനം കിട്ടുവാൻ ഹേതുവായി തീർന്നു. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഒന്നും ഈ ഭൂമി കൊണ്ട് അതിന്റെ മറുപടി തീരുകയല്ല, ഒരു അത്യന്തം അനവധിയായ ഒരു നിത്യ തേജസ്സിന്റെ ഖനം കിട്ടുവാൻ ഈ പ്രതിസന്ധികൾ കാരണമായി തീരുന്നു. മുമ്പ് ഞാൻ ഓർപ്പിച്ചതാണ് എന്തുകൊണ്ടാണ് പ്രതിസന്ധികൾ കടന്നു വരുന്നത്. 9-ാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും, ചില വിഷയങ്ങളിൽ നമ്മളെ മാനസാന്തരത്തിന്റെ രക്ഷയിലേക്ക് നയിക്കാൻ, ചിലപ്പോൾ ചില പാപങ്ങൾ നമ്മൾ ഓർക്കാതെ, ചെയ്ത പാപങ്ങളെ ഓർക്കാതെ, തെറ്റുകളെ ഓർക്കാതെ, അനുതാപം വരാത്ത ചില പാപങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവഹിത പ്രകാരം ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ നമ്മളെ അതിൽ മാനസാന്തരത്തിലേക്ക്, രക്ഷയിലേക്ക്, ഒന്നുകൂടെ പുതുക്കുന്ന അനുഭവത്തിലേക്ക് നയിക്കുമെന്ന് 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇനിയും 10-ാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ട്. സങ്കീർത്തനത്തിലെ ഒരു വാക്യം ഇങ്ങനെ 119-71 പറയുന്നു, നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ ഞാൻ കഷ്ടത്തിലായിരുന്നത് എനിക്ക് ഗുണമായി. ചില പ്രതിസന്ധികൾ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ വചനങ്ങളെ ഒന്നുകൂടെ പഠിക്കുവാൻ, കർത്താവിന്റെ ആ ശബ്ദം ഒന്നുകൂടെ കേൾക്കുവാൻ, ദൈവത്തിന്റെ വചനത്തിൽ ഒന്നുകൂടെ ഉറച്ചു നിൽക്കുവാൻ. നമുക്കറിയാം, അതേ യേശു ക്രിസ്തു ഉപമ പറയുമ്പോൾ പറയുന്നുണ്ട്, പാറമേൽ വീട് പണിത മനുഷ്യൻ അവൻ വചനത്തെ മനസ്സിലാക്കുന്നവൻ, വചനത്തെ അനുസരിക്കുന്ന നല്ല മനുഷ്യനോട് തുല്യനാകുന്നു എന്ന് പറഞ്ഞാൽ, വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, അതെ മണലിന്മേൽ വീട് പണിത് തകർന്നു പോയി. എന്നാൽ വചനത്തെ അനുസരിച്ച മനുഷ്യൻ അത് നിശ്ചയമായും പാറമേൽ വീട് പണിത മനുഷ്യൻ. അപ്പോൾ ദൈവവചനത്തിൽ ഒന്നുകൂടെ ഉറയ്ക്കുവാൻ, ദൈവവചനത്തിന്റെ യഥാർത്ഥമായ ആശയങ്ങളെ, അതിന്റെ യഥാർത്ഥമായ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ, ആ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം ചില കഷ്ടതകളിലൂടെ നമ്മളെ നയിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ ദൈവസന്നിധിയിലിരുന്ന്, കർത്താവേ നിന്റെ വചനങ്ങളെ ഉറച്ചു നിൽക്കുവാനുള്ള കൃപ തരണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ 10 കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ 10 കാര്യങ്ങൾ ദൈവവചനം പറയുന്നു. അത് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കട്ടെ. ഇനിയും നമ്മുടെ ചിന്താ വിഷയത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, പ്രതിസന്ധികളിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം. മനസ്സിലാക്കിയാൽ നമുക്ക് ഈ സെന്റൻസിൽ കാണുവാൻ കഴിയുന്നത്, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. എന്നാൽ ഞാൻ ഈ വിഷയം ചിന്തിച്ചപ്പോൾ എനിക്ക് എന്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത, എല്ലാവർക്കും പ്രതിസന്ധികളിൽ ദൈവ സാന്നിധ്യം കാണാൻ കഴിയുകയില്ല, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുകയില്ല. എന്നാൽ ചില പ്രത്യേകമായ ദൈവവചനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ചില പ്രത്യേകമായ
അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കാണ് ഈ ദൈവ സാന്നിധ്യം കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ നിശ്ചയമായും മനസ്സിലായി. അല്ലെങ്കിൽ എല്ലാവർക്കും അത് ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പലരും അത് പ്രതിസന്ധികളുടെ നടുവിൽ പിന്മാറിപ്പോകുന്നത്, ദൈവത്തെ വിട്ട് ആ ദൈവ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നത്, ദൈവവചനത്തെ വിട്ട് അവരതിനെ തള്ളിക്കളഞ്ഞിട്ട് മാറിപ്പോകുന്നത്. എന്നാൽ ദൈവവചനത്തിനകത്ത് നമ്മൾ ചില പ്രത്യേകതകളുള്ള വ്യക്തികളെ കാണുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകത നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് ദൈവ സാന്നിധ്യം അനുഭവിക്കാനും അവർക്ക് വേണ്ടി മാത്രമാണ് ദൈവ സാന്നിധ്യം വെളിപ്പെട്ടിട്ടുള്ളത്. അതിലെ ഒന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞ് ദൈവം വിളിച്ചവർക്കും ദൈവം തിരഞ്ഞെടുത്തവർക്കുമാണ് ദൈവ സാന്നിധ്യം. അവർ നിശ്ചയമായും അവരുടെ പ്രതിസന്ധികളിൽ ദൈവ സാന്നിധ്യം അവർ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം, അബ്രഹാമിന്റെ ജീവിതത്തെ പ്രധാനമായി നമ്മൾ പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. അബ്രഹാമിനെ ദൈവം വിളിച്ചു, തെരഞ്ഞെടുത്തു. അല്ലെങ്കിൽ വിഗ്രഹാരാധനയുടെ നടുവിൽ നിന്ന് അബ്രഹാമിനെ കുടുംബത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത ദൈവം, ആ ദൈവത്തിന്റെ സാന്നിധ്യം തന്റെ പ്രതിസന്ധികളിലെല്ലാം അബ്രഹാം അനുഭവിച്ചറിയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അത് ഏത് നിലയിലുള്ള പ്രതിസന്ധികൾ, ഇങ്ങനെ അബ്രഹാമിന്റെ ജീവിതത്തെ മുഴുവനായി നമ്മൾ പഠിച്ചാൽ 8 വിധ പ്രതിസന്ധിയിലൂടെ അബ്രഹാം കടന്നുപോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അത് എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല, മുമ്പോട്ട് സമയം പോകുന്നത് കൊണ്ട്. എല്ലാം 8 വിധ അബ്രഹാം തന്റെ ലൈഫിൽ 8 വിധമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം തൊട്ട് അബ്രഹാമിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ വായിച്ച് പഠിച്ചാൽ 8 വിധമായ പ്രതിസന്ധികൾ. അതിലൊന്ന് വാഗ്ദത്ത ദേശത്തെ ക്ഷാമമാണ്. 12-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ നമുക്കറിയാം വാഗ്ദത്തം കിട്ടിയതാണ്. അപ്പോൾ നമുക്കൊരു ചോദ്യം വരും, അപ്പോൾ വാഗ്ദത്തം കിട്ടിയാലും അത് പ്രശ്നങ്ങൾ മാറുന്നില്ലേ? വാഗ്ദത്തത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ദൈവത്തിന്റെ സാന്നിധ്യം നിശ്ചയമായി നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നാമത് വാഗ്ദത്ത ദേശം, ഡ്രോട്ട് ഇൻ ദ പ്രോമിസ്ഡ് ലാൻഡ്, അവിടെ ഉണ്ടാകുന്ന ക്ഷാമത്തെക്കുറിച്ച് അല്ലെങ്കിൽ വരൾച്ചയെക്കുറിച്ച് നമുക്കതിനെ വിശദീകരണത്തിലേക്ക് പോകാൻ സമയമില്ല. അവിടെ 2 വിധ കാലാവസ്ഥയാണ്. അത് ജിയോഗ്രാഫിക്കൽ ഫീച്ചറാണ്, ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകതയാണ് ആ പ്രശ്നത്തിന്റെ കാരണമെങ്കിലും അവിടെ ചൂടിന്റെ സമയത്ത് കൂടുതൽ ചൂടും മഴയുടെ സമയത്ത് മഴ, ഇത് കൃത്യമായി വന്നില്ല. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 16 വായിക്കുന്നത് മുൻമഴയും പിന്മഴയും എല്ലാം കൃത്യമായ അളവിൽ കിട്ടിയെങ്കിൽ മാത്രമേ അവിടെ അതിന്റെ കൃഷി നടക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ക്ഷാമമായി തീരും, അവിടെ ഒരു കൃഷിയും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ആ പ്രശ്നത്തിന്റെ നടുവിലും ദൈവം അവിടെ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ പ്രശ്നം മാത്രം പറഞ്ഞു വിടാം, അതിനുശേഷം അവസാനം. രണ്ടാമത്തെ കാര്യം, ലോത്തും ഇടയന്മാരും അബ്രഹാമിന്റെ ഇടയന്മാരും തമ്മിലുള്ള പ്രശ്നം. അത് 13-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർ രണ്ടുപേരും 2 ദിശകളിലേക്ക് തിരിഞ്ഞു പോകേണ്ടതായിട്ട് വന്നു. മൂന്നാമത്തെ കാര്യം, ലോത്തിനെ 5 രാജാക്കന്മാർ ചേർന്ന് പിടിച്ചുകൊണ്ടുപോകുമ്പോൾ അബ്രഹാം തന്റെ വീട്ടിലുള്ള 318 അഭ്യാസികളുമായി ചെന്ന് യുദ്ധം ചെയ്യുന്ന മൂന്നാമത്തെ പ്രശ്നം. നാലാമത്തെ പ്രശ്നം നമുക്ക് കാണുവാൻ കഴിയുന്നത്, സാറായുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി സാറ ഉപദേശം കൊടുക്കുന്ന പ്രശ്നം. അത് ആ ഒരു പ്രശ്നം വന്ന് അത് വലിയ തന്റെ ജീവിതത്തിൽ പോലും വലിയ പ്രശ്നങ്ങളായി, പിന്നീട് തന്റെ തലമുറയ്ക്ക് പോലും വാഗ്ദത്ത സന്തതിക്ക് പോലും പ്രശ്നമായി തീരുന്ന അനുഭവത്തെ നമുക്ക് നാലാമതായിട്ട് കാണുവാൻ കഴിയും. ഉൽപ്പത്തി 16-ാം അധ്യായം. അടുത്തതായിട്ട് ഗെരാറിലെ രാജാവായ അബീമലേക്കുമായിട്ടുള്ള പ്രശ്നം നമുക്ക് കാണുവാൻ കഴിയും 20-ാം അധ്യായം. മാത്രമല്ല ഇസ്മായേലുമായിട്ടുള്ള പ്രശ്നം നമുക്ക് കാണാൻ കഴിയുന്നത് 21-ാം അധ്യായത്തിലാണ്. 22-ാം അധ്യായത്തിൽ ഇസഹാക്കിനെ യാഗം കഴിക്കുന്ന ഒരു പ്രശ്നത്തിലൂടെ അബ്രഹാം കടന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയും. അതെ, 24-ാം അധ്യായത്തിൽ ഇസഹാക്കിന് വേണ്ടി ഒരു വധുവിനെ, ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്ന ഒരു പ്രശ്നം തന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ഇങ്ങനെ 8 വിധമായ അബ്രഹാം 8 തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയതായിട്ട് അബ്രഹാമിന്റെ ലൈഫിൽ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ 8 പ്രശ്നങ്ങളെയും നമുക്ക് പറഞ്ഞാൽ 3 ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ, 1 ഫാമിലി ക്രൈസിസ്, 2 ഫാമിൻ ക്രൈസിസ്, 3 ഫെയ്ത്ത് ക്രൈസിസ്. ഇങ്ങനെ 3ആയിട്ട് തിരിക്കാൻ കഴിയും. ഈ 8 പ്രശ്നങ്ങളെയും നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്താൽ, 1 തന്റെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ക്രൈസിസ്, അതാണ് സാറായും
ഇസ്മായിലും ഇസഹാക്കും ഒക്കെ ആയിട്ടുള്ള, ഹാഗാറുമായിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങൾ. മറ്റൊന്നെന്ന് പറയുന്നത് ഫാമിനാണ്. ഈ ആയിരുന്ന സ്ഥാനത്ത് ക്ഷാമമുണ്ടാകുന്ന പ്രതിസന്ധിയിലൂടെ കിടന്നു. മൂന്നാമതായിട്ട് ഫെയ്ത്ത് ക്രൈസിസ്, വിശ്വാസത്തിന്റെ പരിശോധന. അതാണ് ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ അബ്രഹാമിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഈ മൂന്ന് പ്രതിസന്ധി, പ്രധാനമായി ഇതിനെ ക്രോഡീകരിക്കുമ്പോൾ മൂന്ന് പ്രതിസന്ധികളിലൂടെ അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ അബ്രഹാം കടന്നുപോയപ്പോഴും നമുക്കൊരു കാര്യം അവിടെ കാണുവാൻ കഴിയും. ദൈവം വിളിച്ച അബ്രഹാം ആയതുകൊണ്ട്, ദൈവം തെരഞ്ഞെടുത്ത അബ്രഹാം ആയതുകൊണ്ട്, ആ തെരഞ്ഞെടുത്ത അബ്രഹാം തന്നെ വിളിച്ച ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് ഈ പ്രശ്നത്തിന്റെ, ഈ പ്രതിസന്ധികളുടെ നടുവിലെല്ലാം കർത്താവ് അബ്രഹാമിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് വെളിപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതായത് ഒറ്റ പ്രശ്നത്തിൽ പോലും ദൈവം അബ്രഹാമിനെ തള്ളിക്കളഞ്ഞില്ല. തന്റെ ജീവിതത്തിൽ ഉണ്ടായ ഫാമിലി ടെസ്റ്റിലും, ഫാമിൻ ടെസ്റ്റിലും, ഫെയ്ത്ത് ടെസ്റ്റിലും അബ്രഹാമിനെ ദൈവം ചേർത്ത് പിടിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. എവിടെയൊക്കെ അബ്രഹാമിന് ആവശ്യമുണ്ടോ, അബ്രഹാമിന് സഹായം ആവശ്യമായിട്ടുണ്ടോ, അവിടെയെല്ലാം ദൈവം ഫറവോന്റെ രാജകൊട്ടാരത്തിൽ ഇറങ്ങി, ഗരാറിലെ രാജാവായ അബീമലേക്കിന്റെ കിടപ്പറയ്ക്കകത്തിറങ്ങി, അങ്ങനെ ലോത്തിന്റെയും ഓരോ പ്രശ്നങ്ങളുടെ നടുവ് വരുമ്പോൾ അവിടെയെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം അബ്രഹാമിന് വേണ്ടി വെളിപ്പെട്ടു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒന്നാമതായി ദൈവം വിളിച്ചു, ദൈവം തെരഞ്ഞെടുത്തു. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അതെ, അബ്രഹാമിനെ ഞാൻ ഏകനായിട്ട് വിളിച്ചു എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ വിളിച്ചു, വേർതിരിച്ചു, തെരഞ്ഞെടുത്തു എന്ന ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഓർക്കുക, പ്രശ്നങ്ങളുണ്ട് പല വിധത്തിൽ. അത് നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്ന് പ്രശ്നങ്ങൾ വരാം, നിങ്ങളെ സ്നേഹിക്കുന്നവരിൽ നിന്ന് വരാം, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് പ്രശ്നങ്ങൾ വരാം, ഫൈനാൻഷ്യലി പ്രശ്നങ്ങൾ വരാം, മാനസികമായ പ്രശ്നങ്ങൾ വരാം. പക്ഷെ ഒരു കാര്യം ഓർക്കുക, അബ്രഹാം നമ്മോട് പറയുന്നു, വിളിച്ച ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ആ ദൈവത്തിന്റെ സാന്നിധ്യം അത് നമുക്ക് വേണ്ടി വെളിപ്പെടുക തന്നെ ചെയ്യും. അത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അത് ലോത്തിനെ വീണ്ടെടുത്ത ശേഷം കൂടാരത്തിൽ വരുന്ന അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട്, അബ്രഹാമിയെ ഭയപ്പെടുന്നത് എന്തിനാണ്? ഞാൻ നിന്റെ അതിമഹത്തായ പരിചയം നിന്റെ പ്രതിഫലവുമാകും എന്ന് പറഞ്ഞാൽ, നീ ഭയപ്പെടേണ്ട, ഏത് പ്രതികൂലത്തിലൂടെ നീ കടന്നുപോയാലും ഞാൻ നിന്നെ സഹായിപ്പാൻ നിന്നോട് കൂടെ ഉണ്ട്. ഇന്ന് രാത്രിയിലും പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തിന്റെ വിളി കേട്ടവരാണെങ്കിൽ, അല്ല, വിളി കേട്ടിട്ട് ഏതെങ്കിലും കാരണത്താൽ അതേ ദൈവത്തിൽ നിന്നും മറുപടി ഒന്നും കിട്ടിയില്ലെന്നോർത്ത് മാറിപ്പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഇന്ന് വൈകിയ സമയം ഓർപ്പിക്കുക, മടങ്ങി വരിക, കർത്താവിന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ ചെയ്യുവാനിടും. അപ്പോൾ ഒന്ന്, ദൈവം വിളിച്ചവർക്കും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും മാത്രം ഒന്നാമത് അവന്റെ മഹത്വം വെളിപ്പെടും, അവന്റെ സാന്നിധ്യം വെളിപ്പെടും, ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടും. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും, ദൈവവചനം പഠിച്ചാൽ വാഗ്ദത്തമുള്ളവർക്ക് മാത്രം അവരുടെ പ്രതിസന്ധികളിൽ ദൈവം വെളിപ്പെടും. നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് വാഗ്ദത്തമുള്ള അനേക ഭാഗങ്ങൾ, ഒരു ഭാഗം പറഞ്ഞിട്ട് വേഗത്തിൽ മുമ്പോട്ട് പോകാം. നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശിംശോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണുവാൻ കഴിയുന്നു. അവന്റെ അപ്പനും അമ്മയും തനിക്ക് വിവാഹാലോചനയുമായി ഫിലിസ്തീൻ ദേശത്തേക്ക് കടന്നു പോകുമ്പോൾ ഒരു മുന്തിരിത്തോട്ടത്തിന്റെ അരികെ എത്തിയപ്പോൾ അവിടെ വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ഒരു ബാലസിംഹം ശിംശോന്റെ നേരെ ചാടി വീണു. അപ്പനുണ്ട്, അമ്മയുണ്ട്, എന്നാൽ ദൈവവചനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു ശിംശോ അവന്റെ നേരെ ചാടി വീണു. എന്താണ് അതിന്റെ അർത്ഥം? നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും, അപ്പനില്ലാത്ത, അമ്മയ്ക്കില്ലാത്ത, മറ്റാർക്കുമില്ലാത്ത ഒരു വാഗ്ദത്തം ശിംശോന്റെ മേലുള്ളത് കൊണ്ട് അവന്റെ നേരെ പ്രതിസന്ധി കടന്നു വരികയാണ്. പക്ഷെ അവിടെ നമ്മൾ കാണുവാൻ കഴിയുന്ന ശിംശോന്റെ മേൽ ആത്മാവ് വന്നു, അതിനെ ഒരു ആട്ടിൻകുട്ടി എന്ന പോലെ അതിനെ കീറിക്കളയുന്നുണ്ട്. വാഗ്ദത്തമുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങൾക്ക് നേരെ പ്രതിസന്ധി ഉണ്ടാകാം. നമുക്കറിയാം, മുന്തിരിത്തോട്ടത്തിൽ സാധാരണ സിംഹത്തെ കാണാൻ കഴിയത്തില്ല, കാടുകളിലാണ് അല്ലെങ്കിൽ അതിനോട് ചേർന്ന പ്രദേശങ്ങളിലാണ് കാണുന്നത്. എന്നാൽ മുന്തിരിത്തോട്ടത്തിൽ നിന്നൊരു സിംഹം ചാടി വീണെങ്കിൽ ഓർക്കുക, പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന്, പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന്, പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത നിലകളിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അതേ ദൈവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ദൈവം ആത്മാവുള്ള ദൈവവേദനാണോ, ആത്മാവിൽ അതിനെ ജയിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, ആർക്കുമില്ലാത്തൊരു വാഗ്ദത്തം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നിശ്ചയമായും കടന്നു വരും. അത് കണ്ടിട്ട് ദൈവം തള്ളിക്കളഞ്ഞു എന്ന് ചിന്തിക്കാതെ എന്റെ മേലുള്ള വാഗ്ദത്തം ഒന്നുകൂടെ വെളിപ്പെടുവാൻ, അതിനെ വ്യക്തമാക്കി കൊടുക്കുവാൻ, ലോകത്തിന് മുമ്പിൽ വ്യക്തമാക്കുവാനാണ് ഈ പ്രതിസന്ധി കടന്നു വരുന്നതെന്ന് നിങ്ങൾ നിശ്ചയമായി ചിന്തിപ്പാൻ ഇടയായി തീരണം. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം,
പ്രാർത്ഥിക്കുന്ന അല്ലെ വിശുദ്ധിയിലും വിശ്വസ്തതയിലും മുന്നോട്ട് പോകുന്നവർക്ക് നിശ്ചയമായും പ്രതിസന്ധികൾ. ദാനിയേലിന്റെ ജീവിതം നമുക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രാർത്ഥന മനുഷ്യനായ, വിശ്വസ്തനായ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ തീരുമാനമെടുത്ത ദാനിയേലിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു. പക്ഷെ അവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം ദാനിയേലിന് വേണ്ടി വെളിപ്പെട്ടു. സിംഹക്കുഴിയിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കാതിരിക്കുമ്പോൾ അത് രാജാവ് പുറത്തെടുത്തതിന് ശേഷം അവിടെ ഇങ്ങനെ എപ്രകാരം വചനത്തിൽ കാണുന്നു, ദാനിയേൽ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് യാതൊരു കേടും അവന് പറ്റിയിരുന്നില്ല. സിംഹം അവനെ ഒന്നും ചെയ്തില്ല. എന്താ കാരണം? പ്രതിസന്ധി ഉണ്ട്. പ്രാർത്ഥിക്കുന്നവന് പ്രതിസന്ധി ഉണ്ട്. വിശുദ്ധിയിൽ ആ ദൈവത്തെ ആരാധിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രതിസന്ധി ഉണ്ട്. വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്നവർക്ക് പ്രതിസന്ധി ഉണ്ട്. പക്ഷേ അതിന്റെ നടുവിൽ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഈ ആത്മീക മൂല്യങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി വെളിപ്പെടും. ഇന്ന് വൈകിയ സമയം കേൾക്കുക. അതുകൊണ്ട് പ്രാർത്ഥന കുറയരുത്, വിശുദ്ധി കുറയരുത്, വിശ്വസ്തത കുറഞ്ഞു പോകരുത്. ദൈവസന്നിധിയിൽ ദൈവത്തിൽ ആഴമായി മുറുകെ പിടിക്കുവാൻ കഴിയട്ടെ. നാലാമതായി, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവർക്കും ദൈവം നമ്മെ ഉപയോഗിക്കണമേ എന്ന്, തന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കുന്നവർക്കും പ്രതിസന്ധികളുണ്ട്. എന്നൂടെ പറയാം, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവർക്കും ദൈവമേ നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി എന്നെ ഉപയോഗിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്കും നിശ്ചയമായും പ്രതിസന്ധിയുണ്ട്. അത് പൗലോസിനെ നമുക്കറിയാം. പൗലോസ് കടന്നു പോകാത്ത പ്രതിസന്ധികളില്ല, പ്രയാസങ്ങളില്ല. എല്ലാത്തിന്റെ നടുവിൽ പൗലോസ് തന്നെ തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, എന്നെ ദൈവം സിംഹത്തിന്റെ വായിൽ നിന്ന് വിടുവിച്ചു. എന്റെ ഒന്നാമത്തെ പ്രതിവാദത്തിൽ എനിക്ക് ആരും തുണയില്ലായിരുന്നു, പക്ഷേ ദൈവം എന്നെ വിടുവിച്ചു. പൗലോസ് തന്റെ അനുഭവത്തിലൂടെ പലവിധ കപ്പൽ ഛേദങ്ങൾ, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, മൃഗങ്ങളാലുള്ള ആപത്ത്, അങ്ങനെ പലവിധമായ തന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ കുറിച്ച് പറയുമ്പോൾ എല്ലാം പൗലോസിന് പറയാൻ കഴിയുന്നത്, ഇതിൽ നിന്നെല്ലാം ദൈവം എന്നെ വിടുവിച്ചു. എന്താ കാരണം? ഞാനൊരു തെറ്റ് ചെയ്തിട്ടല്ല, എന്തെങ്കിലും ലോകത്തിന്റെ മോശമായത് ചെയ്തിട്ടല്ല. ദൈവം എന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിച്ചു. ദൈവത്തിന് വേണ്ടി എനിക്ക് ഉപയോഗിക്കപ്പെടണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. പൗലോസ് ആഗ്രഹിച്ചത് കൊണ്ട് പലവിധമായ പ്രശ്നത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ പൗലോസ് കടന്നുപോയി. എന്നാൽ അതിലൊക്കെ ദൈവം പൗലോസിനെ വിടുവിച്ചതായിട്ട് തന്റെ ലേഖനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകിയ സമയം എന്നെ കേൾക്കുന്ന, കർത്താവിന്റെ വേല ചെയ്യുന്ന, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന്, കർത്താവിന് വേണ്ടി ആത്മാർത്ഥമായി ഉപയോഗപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രയാസങ്ങൾ മുമ്പിൽ കടന്നു വരും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളെ പൂർണ്ണമായി വിടുവിക്കും. ഇന്ന് ഈ വൈകിയ സമയത്ത് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഏത് പ്രതിസന്ധി വന്നാലും അവിടുന്ന് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് എന്നെ നിശ്ചയമായും വിടുവിക്കും. അത് ആഗ്രഹിക്കുന്നവർ മാത്രമല്ല, ഇപ്പോൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരാം. പക്ഷെ പിന്മാറിപ്പോകരുത്. ദൈവത്തിന്റെ ആ പ്രവർത്തി പദത്തിൽ നിന്ന് മാറിപ്പോകരുത്. ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെടുന്ന അനുഭവത്തിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകരുത്. അവിടെ ഉറച്ചു നിൽക്കുക. ദാനിയേലിനെ വിടുവിച്ച, പൗലോസിനെ വിടുവിച്ച, പത്രോസിന് വേണ്ടി പ്രവർത്തിച്ച കർത്താവ് നമ്മളെയും വിടുവിക്കുക തന്നെ ചെയ്യും. അവന്റെ മഹത്വം നമ്മുടെ പ്രതിസന്ധികളിൽ നിശ്ചയമായും വെളിപ്പെടുമെന്ന് ഇന്ന് വൈകിയ സമയം വചനത്തിലൂടെ ഞാൻ ഓർപ്പിക്കുക. അഞ്ചാമതായിട്ട്, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പ്രതിസന്ധികളുണ്ട്. നിൽക്കുന്നവനെ ദൈവം, അവർക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ മഹത്വം ഇടപെടുന്നത്. മൊർദെഖായിയെ കുറിച്ച് നമുക്കറിയാം. ഹാമാൻ തനിക്ക് മാത്രമല്ല, ഒരു കുലത്തെ മുഴുവൻ മുടിച്ചു കളയുവാൻ, ഒരു വംശത്തെ മുഴുവൻ മുടിച്ചു കളയാൻ കാരണം വചനത്തിന് വേണ്ടി നിന്ന മൊർദെഖായിയാണ്. ഹാമാനെ കുമ്പിടാതെ ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്നുള്ള ആ കൽപ്പനയ്ക്ക് വേണ്ടി നിന്ന മൊർദെഖായി മുഖാന്തരം ഒരു വലിയ പുരുഷാരം, വലിയൊരു കൂട്ടം പ്രതിസന്ധിയിലായെങ്കിലും മൊർദെഖായി ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആ ദൈവവചനത്തിന് വേണ്ടി ഉറച്ചു നിന്നപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം മൊർദെഖായിക്ക് വേണ്ടി അവിടെ വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് വൈകിയ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും വചനത്തെ വിട്ടുമാറരുത്. വചനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പ്രതിസന്ധി ഉണ്ടാകും.
വചനത്തെ നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ, വചനം ചെയ്യാൻ, ഈ വചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ലെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ പ്രതിസന്ധി കടന്നു വരും. പിശാച് നിങ്ങളെ തകർക്കാൻ നോക്കും. ദൈവത്തിന്റെ നാമത്തെ നിങ്ങളിൽ അന്ന് എടുത്തു കളയുവാൻ പിശാച് ഭയങ്കരമായി ശക്തമായി ഇടപെടുമ്പോൾ ഒരു കാര്യം ഓർക്കുക, യോശുവയോട് പറഞ്ഞതുപോലെ, യോശുവയെ ന്യായപ്രമാണത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറരുത്, മാറാതിരുന്നാൽ നീ ചെല്ലുന്നിടത്തെല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്ന് അത് യോശുവയോട് ദൈവം പറഞ്ഞെങ്കിൽ അതേ വാക്ക് തന്നെ ഇന്ന് വൈകിയ ദൈവം നമ്മോട് ഇടപെടുകയാണ്. നമ്മൾ ആ വചനത്തിൽ നിന്നു മാറാതെ, ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ആ കർത്താവിന്റെ കാഴ്ചപ്പാടുകളെ മുമ്പോട്ട് പിൻപറ്റുമ്പോൾ അവിടെ നമ്മൾ ചെല്ലുന്നിടത്ത് അനുഗ്രഹിക്കപ്പെടും, നാം ചെയ്യുന്ന കാര്യങ്ങളിൽ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവത്തിന്റെ മഹത്വം നമുക്ക് വേണ്ടി വെളിപ്പെടും. എത്ര പേർ ഇന്ന് ഈ വചനം കേൾക്കുന്നവർ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. കർത്താവേ, നിന്റെ വചനം സത്യമാണ്, ഈ വചനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപ എനിക്ക് നൽകണമെന്ന് ദൈവസന്നിധിയിൽ നിശ്ചയമായിട്ടും പ്രാർത്ഥിച്ചാൽ, അത് സമർപ്പിച്ചാൽ, തീരുമാനിച്ചാൽ, ഇന്ന് വൈകിട്ട് ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഓർപ്പിക്കുന്നത്, നിങ്ങൾ തകർന്നു പോകാൻ, പ്രതിസന്ധികൾ മുഖാന്തരം നിങ്ങൾ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. കാരണം നിങ്ങൾ വില കൊടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനത്തിന് വേണ്ടിയാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകയില്ലെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനത്തിനു വേണ്ടിയാണ് അതിന്റെ ഉത്തരവാദിത്വം കർത്താവിനുള്ള. അതുകൊണ്ട് ഇന്ന് വൈകിയ നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസിക്കുകയോ, എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ ദൈവവചനത്തിന് വേണ്ടി നിൽക്കുമെന്ന് ഉറച്ച ദൈവസന്നിധിയിൽ പറയാൻ നിങ്ങൾക്ക് കഴിയും. തീരുമാനിക്കുവാൻ ഒരു സമർപ്പണം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, വേഗത്തിൽ പറഞ്ഞ വാക്കുകളില്ല. കാരണം ചില യാഥാർത്ഥ്യങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മൾ അറിയേണ്ട 3 പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുക. അത് പ്രതിസന്ധി വരുമ്പോൾ നമ്മളെല്ലാവരും പെട്ടെന്ന് വിടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് തെറ്റല്ല. പക്ഷെ എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ, ഇത് മാഞ്ഞു പോകരുത്, ഈ പറഞ്ഞ കേട്ട വചനത്തോടൊപ്പം ഈ ഭാഗങ്ങൾ ചേർത്ത് വെക്കുവാനിടയായിത്തീരണം. ഒന്ന്, ചില പ്രവർത്തികൾ, ചില പ്രതിസന്ധികളിൽ സഡൻലി പെട്ടെന്ന് ദൈവം പ്രവർത്തിക്കും. അത് നമുക്കറിയാം, വചനത്തിലൊക്കെ ചില കാര്യങ്ങളിൽ ദൈവം പെട്ടെന്ന് പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളിൽ നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ തന്നെ ദൈവം അതിന് മറുപടി തന്നത്. എന്നാൽ രണ്ടാമത്തെ കാര്യം, ചില പ്രതിസന്ധികളിൽ ചില മണിക്കൂറുകൾ, ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ, ചില വർഷങ്ങൾ കഴിഞ്ഞായിരിക്കാം ദൈവം പ്രവർത്തിക്കുന്നത്. അന്നേരം നിങ്ങൾ ചിന്തിക്കരുത്, എന്നെ ദൈവം മറന്നുപോയി, എന്റെ ദൈവം ഉപേക്ഷിച്ചു, എന്നെ ദൈവം കൈവിട്ടു എന്ന് ചിന്തിക്കരുത്. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇതുണ്ടായിരിക്കണം ഈ പ്രതിസന്ധികൾ. അതിന്റെ അർത്ഥം എന്തുകൊണ്ടാണ് ചില മണിക്കൂറുകൾ കഴിയുന്നത്, ചില ദിവസങ്ങൾ കഴിയുന്നത്, ചില മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞ് ചില ദൈവപ്രവർത്തികൾ, ചില ദൈവമഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്? ഇത്രയേ ഉള്ളൂ. അതിന്റെ കാരണം ഇതാണ്, ദൈവത്തിന്റെ സമയമായിട്ടില്ല. ദൈവത്തിന്റെ സമയത്താണ് ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത്. അത് നമുക്കറിയാം. ഗലീലയിലെ കാനാവിലെ കല്യാണം കാണി, അത് യേശുവിന്റെ അമ്മ മറിയ വന്ന് പറയുന്നു, മകനെ ഇവിടെ വീഞ്ഞില്ല, എന്തെങ്കിലും പ്രവർത്തിക്കണം. പക്ഷെ യേശു പറയുകയാണ്, എന്റെ നാഴിക ഇതുവരെ വന്നു, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ കർത്താവിന്റെ സമയമായപ്പോൾ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അവിടുത്തെ കുറവുകളെ, അവിടുത്തെ പ്രശ്നത്തെ, പ്രതിസന്ധിയെ ദൈവം ആരും അറിയാതെ പരിഹരിച്ചെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രതിസന്ധികൾ, ചില നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത്, പ്രാർത്ഥിച്ച സമയത്ത് നമ്മൾ അത് ഉദ്ദേശിക്കുന്ന ആ ദിവസം നടന്നില്ലെന്നോർത്ത് ദൈവം നമ്മളെ മറന്നെന്നില്ല. നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഹൃദയത്തിൽ നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുക. സ്വർഗം തന്റെ മഹത്വം, തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ നമ്മുടെ വിഷയങ്ങൾ ആരും അറിയാതെ, നിന്ദിക്കപ്പെടേണ്ട സ്ഥാനത്ത്, പരിഹസിക്കപ്പെടുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന സ്ഥാനത്ത് ദൈവം ആരും അറിയാതെ അതിനെ നമുക്ക് അനുഗ്രഹമാക്കി തീർക്കും. തന്റെ സാന്നിധ്യത്താൽ അത് അനുഗ്രഹമായി തീരുക. അപ്പൊ രണ്ടാമത്തെ കാര്യം അത് നമ്മുടെ ഹൃദയത്തിരിക്കും. മൂന്നാമത്തെ കാര്യം, ചില കാര്യങ്ങളിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ചില വിടുതൽ, പ്രതിസന്ധി മാറിപ്പോകത്തില്ല. അത് നമുക്ക് പൗലോസിന്റെ ജീവിതത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിന്റെ 9, 8, 9 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. പൗലോസ് തന്റെ ശരീരത്തിന്റെ അസ്വസ്ഥതയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവിടെ പറയാൻ, സാത്താന്റെ ഒരു ദൂതനെ കുത്തുവാൻ തന്നെ ദൈവം ഏൽപ്പിച്ചപ്പോൾ ദൈവത്തോട് പലതവണ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. പക്ഷെ അവിടെ ഒന്നും ആൻസർ കിട്ടിയില്ല. പക്ഷെ ആൻസർ കിട്ടിയില്ലെങ്കിലും ദൈവത്തിന്റെ ശബ്ദം അവിടെ ഉണ്ടായി. എന്താ പറയുമോ, പൗലോസെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല,
നീ പ്രാർത്ഥിച്ചാൽ ഈ വിഷയത്തിന് മറുപടി കിട്ടത്തില്ല. പക്ഷെ ഒരു കാര്യം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും എന്ന് പറഞ്ഞാൽ ഈ പ്രതിസന്ധി മാറിപ്പോകത്തില്ല. പക്ഷെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ, ഇതിനെ ഓവർകം ചെയ്യുവാൻ, ഇതിനെ മറികടക്കുവാൻ എൻ്റെ കൃപയും എൻ്റെ ശക്തിയും ഞാൻ നിന്റെ മേൽ പകരുക തന്നെ ചെയ്യും. ഇന്ന് വൈകിയ സമയത്ത് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും പ്രാർത്ഥിച്ച നാളുകളായി ചില പ്രതിസന്ധിയിലൂടെ കടന്നു പോകും, പ്രാർത്ഥിച്ചത് മറുപടി ഒന്നും കിട്ടാതിരിക്കുന്ന, പിന്മാറ്റത്തിലേക്ക് പോകാൻ മനസ്സുകൊണ്ട് ദൈവത്തിൽ നിന്ന് പിന്മാറിയ ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ ഓർക്കുക, അത് ദൈവത്തിന്റെ ഹിതമാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചത്, എല്ലാ പ്രതിസന്ധിക്കകത്തും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ചില സമയത്ത് പെട്ടെന്ന് മറുപടി കിട്ടും, ചില സമയത്ത് ചില മണിക്കൂറുകൾ, മാസങ്ങൾ, വർഷങ്ങൾ എടുത്താലും അവിടെ മറുപടിയുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ, ചില പ്രതിസന്ധികളിൽ നമുക്ക് മറുപടി ലഭിക്കത്തില്ല. പക്ഷേ അവിടെ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ഇറങ്ങി വരും, ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരും. അത് എന്തിനു വേണ്ടിയാണ്? ഈ പ്രതിസന്ധിയുടെ അപ്പുറത്തേക്ക് നമ്മെ നയിക്കുവാൻ, ഇതിനെ തരണം ചെയ്തുകൊണ്ട് അപ്പുറത്തേക്ക് ആത്മീക ജീവിതം വിജയകരമായി മുന്നോട്ട് നയിക്കുവാൻ ദൈവം തന്റെ കൃപയാലും ശക്തിയാലും നമ്മെ നിറയ്ക്കും. ഇന്ന് വൈകിയ സമയം എത്ര പേർ അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറാകും? ഈ വൈകിയ സമയം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളിൽ വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ട്. അത് അനുഭവിച്ച അതേ ദൈവമക്കൾ ദൈവസന്നിധിയിൽ ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ. മാത്രമല്ല, ആരെങ്കിലും നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ തളർന്നു പോകരുത്. ഈ പ്രതിസന്ധികളിൽ ദൈവം ഇടപെടും. ഒരിക്കലും ദൈവം നമ്മെ മറക്കത്തില്ല. പക്ഷേ ചില വിഷയങ്ങളിൽ ദൈവം മൗനമായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ശക്തിയാൽ നമ്മെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ഇന്ന് വൈകിയ സമയം ദൈവ സാന്നിധ്യം അറിയുന്ന ദൈവമക്കൾ, നിങ്ങളായിരിക്കുന്നിടത്ത് കണ്ണുകളെ അടച്ച ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നിങ്ങളുടെ പ്രതിസന്ധികളിൽ വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. പഴയ നിയമ ഭക്തന്മാർക്ക് വേണ്ടി വെളിപ്പെട്ട സാന്നിധ്യം, അതെ, പുതിയ നിയമത്തിൽ ഭക്തന്മാർക്ക് വേണ്ടി വെളിപ്പെട്ട സാന്നിധ്യം ഇന്നും അത് കുറഞ്ഞു പോയിട്ടില്ല. ആ സാന്നിധ്യം ഇന്നും നിന്നു പോയിട്ടില്ല. അത് രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുതായി പോയിട്ടില്ല. ഇന്നും ആ സാന്നിധ്യം എല്ലായിടത്തും, ആഗ്രഹിക്കുന്നവരുടെ ഇടങ്ങളിൽ, കഷ്ടപ്പെടുന്നവരുടെ ഇടത്ത്, പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ വെളിപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് അനേകർ യേശുവിനെ അറിഞ്ഞ് പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ദൈവ സാന്നിധ്യത്തെ ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രതിസന്ധിയിലൂടെ കടന്നുപോയി, കർത്താവ് എനിക്ക് ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്റെ ഈ വിഷയത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, ഈ രോഗത്തിൽ, ഈ മാനുഷികമായ പ്രതിസന്ധിയിൽ എന്നെ വിടുവിക്കുവാൻ ആരുമില്ലെന്ന ബോധ്യത്തോടെ, തോന്നലോടെയോ ചിന്തയോടോ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ കാൽവറിയിൽ മരിച്ചു. കർത്താവായ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരുവൻ നമുക്ക് വേണ്ടി മരിച്ചു. ആ കർത്താവിന്റെ സാന്നിധ്യം ഇന്നും ജീവിക്കുന്നു. അവൻ മരിച്ച് മാറ്റപ്പെട്ട് തീർന്നുപോയ, നിന്നുപോയ ഒരു ദൈവമല്ല. 3-ാം നാൾ മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അതേ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ പ്രതിസന്ധിയിലൂടെ കടന്നു വന്നു ആരുമില്ലെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ആ കർത്താവ് നിങ്ങളുടെ അടുത്തുണ്ട്. ഒന്ന് ഹൃദയം തുറന്ന് യേശുവെ എന്ന് വിളിക്കുവാൻ, യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കുവാൻ, കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം മറ്റൊന്നും ചോദിക്കും. നിങ്ങളുടെ ഭൗതികമായ ഒരു വസ്തുവും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഹൃദയമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ അതെ, ആ ഹൃദയത്തിന്റെ സ്ഥലം, ഹൃദയത്തിന്റെ ആ വലിയ അനുഭവം നിങ്ങൾ ദൈവത്തിന് വേണ്ടി നൽകിയാൽ, കർത്താവ് നിങ്ങളെ നിശ്ചയമായും അവന്റെ മഹത്വത്താൽ അനുഗ്രഹിക്കും, അവന്റെ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ അതിനായി തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. നിങ്ങൾ ദൈവത്തോട് നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ കർത്താവ് നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. നിങ്ങളുടെ പ്രതിസന്ധിയിൽ യേശു ഇറങ്ങി വന്ന് നിങ്ങളെ വിടുവിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, വിശ്വസത്തോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ കർത്താവിന്റെ സാന്നിധ്യം അറിയാതെ. ഞാൻ ഇപ്രകാരം വായിച്ചു കേട്ടിട്ടുണ്ട്. സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു വലിയ ഒരു സന്യാസി വര്യനായി ജീവിച്ച്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, തന്റെ കുടുംബത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല. തന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമാണ്, സത്യദൈവമുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടി ഒന്ന് വെളിപ്പെടണം. ഇല്ലെങ്കിൽ അന്ന് രാത്രി 12 മണിക്ക് തന്റെ വീടിന്റെ അടുത്തുകൂടെ പോകുന്ന ട്രെയിനിന്റെ മുമ്പിൽ തലവെച്ച് ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ച് താൻ ആ റൂമിൽ, താൻ കിടക്കുന്ന മുറിയിലായിരിക്കുമ്പോൾ, അങ്ങനെ താൻ ഒരു സത്യദൈവമുണ്ടെങ്കിൽ, ഒരു ജീവിക്കുന്ന ദൈവമുണ്ടെങ്കിൽ, ആ ദൈവം ഇന്ന് വെളിപ്പെടണമെന്ന് ആഗ്രഹിച്ച് താൻ റൂമിലായിരിക്കുമ്പോൾ, അതേ തന്റെ റൂമിലേക്ക് ഒരു വലിയ വെളിച്ചം ഇറങ്ങി. തന്റെ ആത്മകഥയിൽ അല്ലെങ്കിൽ താൻ എഴുതിയ പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞു, ആ റൂം മുഴുവൻ ഒരു വലിയ പ്രകാശം നിറച്ചു. അതിനകത്ത് ആണിയടിച്ച ഒരു കരം ഞാൻ കണ്ടു. ആ
എനിക്ക് മനസ്സിലായി ഇത് യേശു ക്രിസ്തുവാണ്. ഞാൻ താൻ വായിച്ചറിഞ്ഞിട്ടുള്ള യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് സമാധാനമില്ലാത്ത എൻ്റെ റൂമിലേക്ക് ഇറങ്ങി വന്നത്. അന്ന് അദ്ദേഹം യേശുവിന് വേണ്ടി തന്റെ ജീവിതത്തെ സമർപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പ്രതിസന്ധിയിലൂടെ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന പ്രിയ സഹോദര സഹോദരി, അല്ല എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രതിസന്ധിയിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട, പ്രതിസന്ധിയിൽ നിങ്ങൾ പുറകോട്ട് പോകണ്ട. വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നിങ്ങളെ ദൈവം നിശ്ചയമായും അനുഗ്രഹിക്കും. ആ സാന്നിധ്യം നിങ്ങളെ വിടുവിക്കും. അതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ കർത്താവേ, അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. കർത്താവിന്റെ വചനത്തിലൂടെ ഈ വൈകിയ സമയം ഈ ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവെ വിളിച്ചു പറയുവാൻ, പ്രസംഗിക്കുവാൻ അടിയനെ ബലപ്പെടുത്തിയല്ലോ. ഈ വചനം കേട്ട അനേക പ്രിയപ്പെട്ടവരുണ്ട്, ഇനിയും കേൾക്കുവാനുള്ള അനേകരുണ്ട്. അവരെയൊക്കെ ദൈവകരങ്ങളിൽ ഈ വചനം കേൾവി അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണം. ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ കടന്നുപോയി നിരാശപ്പെട്ട് കർത്താവെ ഈ ലോകത്തിന്റെ പ്രവൃത്തികൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും, ആത്മഹത്യയോ മറ്റു നിലകളിലോ ജീവിതത്തെ തകർത്ത് കളയാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ദൈവവചനം കേട്ടാൽ ഈ ദൈവവചനം അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമാക്കി തീർക്കും. പരിശുദ്ധാത്മാവരോട് ഇടപെടണം. അവരുടെ പ്രതിസന്ധിയിൽ വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന്, ഒരു ജീവിക്കുന്ന യേശു ഉണ്ടെന്ന് അവർ തിരിച്ചറിയുവാൻ ഈ വചന കൂട്ടായ്മ, വചന പ്രഘോഷണം ഇടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ പ്രാർത്ഥനാതുലിയുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവ് കഷ്ടം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെയൊക്കെ അവിടെ നിന്ന് എടുക്കണം. ഈ വചനത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ വചനം 30, 60, 100 മേനിയായി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കർത്താവ് വിടുതലാക്കി തീർക്കും. ഇത് ശ്രമിച്ച എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണം. അടിയൻ താഴ്ത്തുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. വചനം ഇത്രയും സമയത്ത് വളരെ ശ്രദ്ധയോടെ ജോയിൻ ചെയ്ത് ശ്രദ്ധയോടെ ഗ്രഹിച്ച പ്രിയപ്പെട്ടവർക്ക് നന്ദി, സ്നേഹം അറിയിക്കുന്നു. തുടർന്നും ഈ വചനം അനേകർക്ക് വിടുതലായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അവസരമൊരുക്കുക. പ്രിയപ്പെട്ടവർക്ക് നന്ദി. യേശു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കും.